الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവ്വലോകരക്ഷിതാവും നിയന്താവുമായ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരലോക ജീവിതത്തിൻ്റെ നാശത്തിന് കാരണമായി തീരുന്ന ഏതാനും ചില കാര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ ഹദീസിൻ്റെ ബാക്കി ഭാഗമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സലാസുൻ മുൻജിയാത്തുൻ, 3 കാര്യങ്ങൾ മനുഷ്യന് രക്ഷ നൽകുന്നവയുണ്ട്. മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചത്. ശേഷം പ്രവാചകൻ പറയുന്നു, സലാസുൻ മുൻജിയാത്ത്, 3 കാര്യങ്ങൾ മനുഷ്യന് രക്ഷ നൽകുന്നതാണ്. അതിലൂടെ ഇഹലോകത്തും മനുഷ്യന് രക്ഷയുണ്ട്, നാളെ പരലോകത്തും അവൻ്റെ രക്ഷയുണ്ട്. ആ 3 കാര്യങ്ങൾ, ഒന്ന് അൽ അദ്ലു ഫിൽ ഗളബി വൽറിളാ വൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിന വഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ. 3 കാര്യങ്ങളാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒന്ന് അൽ അദ്ലു ഫിൽ ഗളബി വൽറിളാ, മനുഷ്യൻ തൃപ്തിയുള്ള, സന്തോഷമുള്ള ഒരു നല്ല അവസ്ഥയിലാകട്ടെ, അല്ല ദേഷ്യം പിടിച്ചു നിൽക്കുന്ന അവസരങ്ങളിലാകട്ടെ, ഏത് സന്ദർഭത്തിലാണെങ്കിലും ശരി, അൽ അദിൽ, അവൻ നീതി കാണിക്കേണ്ടതുണ്ട്. ഇസ്ലാം വളരെ ശക്തമായ ഭാഷയിൽ മനുഷ്യനോട് പഠിപ്പിക്കുന്ന ഒരു വലിയ സ്വഭാവമാണ് അവൻ നീതിയുള്ളവനായിരിക്കണം എന്നുള്ളത്. നീതി നമ്മൾ കാണിക്കാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ചില സന്ദർഭങ്ങളും ചില സാഹചര്യങ്ങളും ചില സമയങ്ങളും നീതി കാണിക്കുന്നതിൽ നിന്നും നമ്മളെ തടഞ്ഞു വെക്കാറുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ രണ്ടും വേർതിരിച്ചു പറഞ്ഞത്. മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾക്ക് നാളെ പരലോകത്ത് രക്ഷ വേണമെങ്കിൽ
നാളെ നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ നിങ്ങൾ നീതി കാണിക്കുന്നവനായിരിക്കണം. എപ്പോ? നല്ല സന്തോഷമുള്ള അവസ്ഥയിൽ, ആളുകളോടൊക്കെ നല്ല സ്നേഹമുള്ള അവസ്ഥയിൽ, തൃപ്തരായിരിക്കുന്ന അവസ്ഥയിൽ നീതി കാണിക്കുക. അത് മാത്രം മതിയോ? പോരാ. ദേഷ്യം വന്നാലും നീതി കാണിക്കണം. വെറുപ്പുള്ള ആളുകളോടാണോ സംസാരിക്കുന്നത്? നീതി കാണിക്കണം. താൻ അംഗീകരിക്കാത്ത ആളുകളോടാണോ സംസാരിക്കുന്നത്? അവിടെയും നീതി കാണിക്കണം. അതാണ് അൽ ആദിലു ഫിൽ ഗളബി വൽറിളാ. തൃപ്തിയുള്ള സന്ദർഭത്തിലും ദേഷ്യം വരുന്ന സന്ദർഭത്തിലും ഏത് സന്ദർഭത്തിലും അൽ ആദിൽ, നീതി ആവശ്യമാണ്. ഞാൻ ആദ്യം ഓതി വെച്ച വചനം നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത്. ആളുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടം പോലെ ആക്കിക്കൊള്ളട്ടെ എന്ന് നിനക്കാകുവാനും പാടില്ല. അങ്ങനെ വന്നാൽ അനീതി കാണിക്കേണ്ടി വരും. അല്ലാഹ്ക്ക് വേണ്ടിയാണെങ്കിലോ? എൻ്റെ സംസാരം അല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ഈ തീരുമാനമെടുക്കുന്നത് അല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത് അല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കൊരിക്കലും അനീതി കാണിക്കേണ്ടി വരില്ല. റബ്ബിന്റെ തൃപ്തി എന്താണോ അതനുസരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് കൂനൂ ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം. ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം. അനീതികൾക്കല്ല, അന്യായങ്ങൾക്കല്ല, സത്യത്തിന് എതിരായി കൊണ്ടല്ല, മറിച്ച് ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് സാക്ഷികളായിരിക്കണം. പിന്നെയോ വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു സമൂഹത്തോടുള്ള ദേഷ്യം, ഒരു സമൂഹത്തോടുള്ള ഈർഷ്യത, അതും നീതി കാണിക്കുന്നതിൽ നിന്നും നിന്നെ തടഞ്ഞു വെക്കാൻ പാടില്ല. എന്റെ മുമ്പിലുള്ളത് ആരാണെങ്കിലും ശരി, അവനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ തീരുമാനമെടുക്കുമ്പോൾ ആ വ്യക്തിയോടുള്ള ദേഷ്യം കാരണം അനീതിക്ക് എന്നെ പ്രേരിപ്പിക്കുവാൻ അത് പാടില്ല. ഈ അദിലു, നിങ്ങൾ നീതി കാണിക്കണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഹുവ അഖറബു ലിത്തഖ്വാ, അതാകുന്നു തഖ്വയിലേക്ക് ഏറ്റവും അടുത്തത്. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ എന്തൊന്ന് പ്രവർത്തിച്ചാലും മടക്കം അല്ലാഹുവിലേക്കാണ്. അത് അറിയുന്നവൻ അല്ലാഹുവാണ്. അതിന്റെ ആത്യന്തികമായ അന്തിമമായ തീരുമാനമെടുക്കുന്നവനും നിങ്ങളെ വിചാരണ ചെയ്യുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ കൽപ്പനകളിലും നിങ്ങളുടെ തീരുമാനങ്ങളിലും നിങ്ങളുടെ വാക്കുകളിലും, അത് ആരോടാണെങ്കിലും ശരി, നിങ്ങൾ ശത്രു തന്നെയാണെങ്കിലും അതൊരിക്കലും അനീതി കാണിക്കുവാൻ നിങ്ങൾക്ക് കാരണമായി മാറരുത്. വിശുദ്ധ ഖുർആനിന്റെ ഒട്ടനവധി വചനങ്ങൾ പഠിച്ചു വെച്ചാൽ കാണുവാൻ സാധിക്കും നീതിക്ക് നൽകുന്ന പ്രാധാന്യം. അതുകൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ചത് അൽ ആദിലു ഫിൽ ഗളബി വൽറിളാ, ഗളബിലും റിളയിലും ദേഷ്യത്തിലും തൃപ്തിയിലും നീ നീതിപൂർവം വർത്തിക്കണം. സൂറത്തുൻ നിസായിലെ 58-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. വൈദാ ഹകംതും ബൈനന്നാസ്, അല്ലാഹ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ കൽപ്പന? വൈദാ ഹകംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോ അൻ തഹ്കുമു ബിൽ അദ്ൽ, ആ വിധി, ആ തീരുമാനം നീതിപൂർവകമായിരിക്കണം. ആളെ നോക്കിയിട്ടല്ല. ഞാൻ പറയുന്ന ഒരു വിഷയം, ആ വിഷയം സത്യത്തിന് എതിരാണ് എങ്കിൽ ആ വിഷയം ആര് പറഞ്ഞാലും അത് സത്യത്തിനെതിരായി കാണാനും ആ നിലക്ക് തീരുമാനമെടുക്കാനും സാധിക്കണം. അതാ ഈമാൻ. ഞാനൊരു കാര്യം ചെയ്യുന്നു, ആ കാര്യം തെറ്റാണ് എങ്കിൽ അതേ കാര്യം ആര് ചെയ്താലും തെറ്റാണെന്ന് മനസ്സിലാക്കാനും തെറ്റായി വിധി എഴുതുവാനും സാധിക്കണം. അതാണ് ഈമാൻ, അതാണ് തഖ്വ. അപ്പൊ അതല്ലല്ലോ നടക്കുന്നത്. ഞാൻ പറഞ്ഞ അതേ കാര്യം വേറൊരുത്തം പറയുകയാണെങ്കിൽ, എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റ്, അവനോട് ദേഷ്യമില്ലെങ്കിൽ അവൻ നമ്മന്റെ ആളാണെങ്കിൽ അവൻ പറഞ്ഞത് ശരി. ഇത് അനീതിയാണ്. വിശ്വാസിക്കത് പാടില്ല. ഇത് ഒരു വിഷയത്തിലോ ഒരു കാര്യത്തിലോ മാത്രമല്ല, ഏത് മേഖലകളിലും ഞാനൊരു വിഷയത്തിലേക്ക് നോക്കുന്നു, അത് തെറ്റാണ് എങ്കിൽ ആ നോട്ടം ആര് നോക്കിയാലും തെറ്റാണ്. ഞാനൊരു ലേഖനം എഴുതുന്നു, ഞാനൊരു കാര്യം എഴുതി വെക്കുന്നു, ആ എഴുതിയത് തെറ്റാണ് എങ്കിൽ അത് ആരെഴുതിയാലും തെറ്റാണ്. ആളെ നോക്കിയിട്ടല്ലല്ലോ കാര്യങ്ങളുടെ ശരിയും തെറ്റും വരുന്നത്. അവിടുത്തെ വിഷയം എന്താണ്, അവിടുത്തെ വസ്തുത എന്താണ്, അതാ അള്ളാഹ് പറഞ്ഞത്. ജനങ്ങൾക്കിടയിൽ നീതിപൂർവകമായിരിക്കണം നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ തീരുമാനങ്ങൾ. മാത്രവുമല്ല സൂറത്തുൽ അൻആം 152-ാമത്തെ വചനം, വൈദാ ഖുൽതും, നിങ്ങൾ സംസാരിച്ചാൽ പോലും, നിങ്ങളുടെ വാക്കുകളിൽ പോലും ഫഅദിലു, നീതി കാണിക്കണം നിങ്ങൾ. ഒരുത്തനോട് ഒരു സമീപനം, വേറൊരുത്തരോട് വേറൊരു സമീപനം. ആളെ നോക്കിക്കൊണ്ട്, വിഷയം നോക്കിയിട്ടല്ല, വസ്തുത അറിഞ്ഞുകൊണ്ടല്ല, ആളെ നോക്കിക്കൊണ്ട് മാത്രം. അങ്ങനെയാണെങ്കിൽ അത് അനീതിയാണ്. വിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് നമ്മൾ എങ്കിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ അതിനെന്തോ എത്ര ഗൗരവത്തോടു കൂടി കാണാറില്ല. പക്ഷെ അതിന്റെ പേരിൽ അള്ളാഹ് ചോദ്യം ചെയ്യും. എടോ, നിന്റെ സംസാരം പലപ്പോഴും അനീതിയിലൂടെയായിട്ടുണ്ട്. നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ ഓഹരികള്,
നിന്റെ മറ്റുള്ള ഇടപാടുകൾ എല്ലാം അനീതിപൂർവകമായിട്ടുണ്ട് എന്ന് നിനക്ക് റബ്ബ് ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷയുടെ മാർഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ നീതി കാണിക്കണം. അത് ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നർത്ഥം. അപ്പൊ ഇവിടെ പറയുന്നത് വൈദാ ഖുൽതും ഫഅദിലൂ, സംസാരത്തിൽ പോലും നീതി കാണിക്കണം. സൂറത്തുൻ നിസാ 135-ാമത്തെ വചനം നോക്കൂ. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലൂ, നീതിയുടെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയെ പിൻപറ്റരുത്. നിങ്ങളുടെ മനസ്സിനെ പിൻപറ്റി ഇച്ഛയെ പിൻപറ്റിയാൽ ചിലപ്പോൾ നീതി കാണിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇച്ഛകൾ നീതിക്ക് തടസ്സമായി മാറാൻ പാടില്ല. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയാ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അതിൽ കാണിക്കാൻ, നീതി കാണിക്കാൻ, സൽക്കർമ്മം ചെയ്യാനും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോ അനീതിയും അക്രമവും ഒരിക്കലും ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല. അത് ഇസ്ലാം ശക്തമായി എതിർക്കുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണുവാൻ സാധിക്കും, ചില ആളുകൾ അനീതിപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ട്, ചില ആളുകൾ അക്രമപരമായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചാൽ അത് അള്ളാഹു കാണാഞ്ഞിട്ടാണ് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് കരുതണ്ട. തൽക്കാലം അള്ളവരെ വിടുകയാണ്, തൽക്കാലത്തേക്ക് അള്ളവരെ വിട്ടിരിക്കുകയാണ്. അവരെ പിടികൂടും. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ ഖുലൂബ് വൽ അബ്സ്വാർ, മനുഷ്യന്റെ കണ്ണ് അഞ്ചിപ്പോകുന്ന, ഹൃദയം പിടച്ചു പോകുന്ന ഒരു ദിവസം നാളെ റബ്ബിന്റെ കോടതിയിൽ വരാനുണ്ട്. അന്നേക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇവനെങ്ങനെ വിടുക? അവൻ തോന്നുന്നത് ചെയ്യട്ടെ, തോന്നുന്നതൊക്കെ പറയട്ടെ, അവൻ എങ്ങനെയാണോ ജീവിക്കട്ടെ, അവൻ നാം പിടികൂടും എന്ന അർത്ഥത്തിലാണ് അല്ലാഹു തആല അത് പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും മാതാപിതാക്കൾക്ക് ആ മക്കളിൽ ചിലരോട് പ്രത്യേകമായ ദേഷ്യം, ഒരു മകന്റെ ദുസ്വഭാവം കാരണം ആ ഒരു വിഷയത്തിൽ ചിലപ്പോൾ സാന്ദർഭികമായ ഒരു വെറുപ്പോ ദേഷ്യമോ ഉണ്ടായി എന്ന് വരാം. അത് മനുഷ്യ സഹജമാണ്, അത് ആവശ്യവുമാണ്. അതല്ലാത്ത നിലക്ക് ഏതെങ്കിലും ഒരു മക്കളിൽ ഒരു മകനോട് ഒരു പ്രത്യേകമായ വെറുപ്പ്, ഒരു പ്രത്യേകമായ എതിർപ്പ്, അതൊരിക്കലും ഒരു പിതാവിന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് മക്കളിൽ നീതി കാണിക്കാൻ കഴിയാതെ വരാറുണ്ട്. ചില മക്കളുടെ കാര്യത്തിൽ അനീതിപൂർവകമായി പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ, അതൊരിക്കലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു സ്വഹാബി ഒന്നുകൊണ്ട് പറയാ, റസൂലെ, എൻ്റെ മക്കളിൽ ഇന്ന മകന് ഞാൻ ഇന്നത് നൽകി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ അത് നിന്റെ മക്കൾക്കൊക്കെ കൊടുത്തോ? നിന്റെ ബാക്കിയുള്ള മക്കൾക്കും നീ അതേപോലെ ചെയ്തു കൊടുത്തോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂലേ. അപ്പൊ പ്രവാചകന്റെ മറുപടി, എങ്കിൽ ഫത്തഖുല്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ നീ സൂക്ഷിക്കണം. വഅദിലു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി കാണിക്കുകയും വേണം. അപ്പൊ മക്കളുടെ കാര്യത്തിലാണെങ്കിലും ശരി, എന്തായാലും ശരി, അവിടെയൊക്കെ നീതിയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ ഗൾഫിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കറിയാം, ഒന്നിച്ച് റൂമിൽ താമസിക്കുന്ന ആളുകൾ പലപ്പോഴും എന്ത് കൊണ്ടുവന്നാലും അത് ഒന്നിച്ച് ഓഹരി വെച്ച് വേദിച്ചെടുക്കലാണ്. ഭക്ഷണം വിളമ്പുമ്പോൾ പോലും അവിടെ ഒന്നിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെ ഏതെങ്കിലും ഒരുത്തനോട് ദേഷ്യമുണ്ട്, ഏതെങ്കിലും ഒരുത്തൻ മറ്റൊരുത്തനുമായ പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ അവിടെ നടത്തുന്ന ഓഹരികളിൽ, അവിടെ വെക്കുന്ന വീതികളിൽ അവിടെ എങ്ങാനും അനീതി കാണിച്ചാൽ, ഓഹരി വെക്കുന്നിടത്ത്, വീതിക്കുന്നിടത്ത് അനീതി കാണിച്ചാൽ ആ അനീതി കാണിക്കുന്നവൻ അവൻ നരകത്തിന്റെ ഇന്ധനമാണ്, അവൻ നരകത്തിന്റെ വിറക. അനീതി കാണിക്കാൻ പാടില്ല. ദേഷ്യമുണ്ടോ, അത് വേറെ നിലക്ക് ചെയ്യാം, അതിന് പരിഹാരം വേറെ കാണുക. എല്ലാവർക്കും അർഹമായ ഒന്നിൽ ഒരിക്കലും ഒരു വ്യക്തിയോട് അനീതി കാണിക്കുവാൻ പാടില്ല. ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകളുണ്ട്. അവിടെയും ഇസ്ലാമികമായ മര്യാദകൾ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ഭാര്യയുടെ ഈമാനികമായ മറ്റുള്ള ഭാര്യമാർക്ക് ഇല്ലാത്ത സ്വഭാവം ഭാര്യമാർ ചിലരിൽ ഉണ്ടാകാം, ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സൽസ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഭാര്യയോട് സ്നേഹം ഉണ്ടായി എന്ന് വരാം. ഇതല്ലാത്ത നിലക്ക് മറ്റു ഭാര്യമാരിൽ നിന്നും വ്യത്യസ്തമായി ഭൗതികപരമായ കാരണങ്ങളാലും ഏതെങ്കിലും ഒരു ഭാര്യയിലേക്ക് മാത്രം ഒരു വ്യക്തി ചാഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തവളെ മാറ്റിവെക്കുകയാണ്. അവളോട് കാണിക്കുന്ന സംസാരം, പെരുമാറ്റം, സ്വഭാവം എല്ലാറ്റിലും അനീതിയാണ്, അക്രമമാണ്. ഒരുത്തിയോട് മാത്രം പ്രത്യേകമായ പരിഗണന ആ നിലക്ക് പെരുമാറിയാൽ എന്താ പ്രവാചകൻ പഠിപ്പിച്ചത്? മൻ കാനത് ലഹു ഇംറഅതാൻ, ഒരുത്തിന് രണ്ട് ഭാര്യമാരുണ്ട്, ഫമാല ഇലാ ഇഹദാഹുമാ, അവൻ ഒരുത്തിയിലേക്ക് മാത്രം ചായുകയാണ്, തൻ്റെ അടുത്ത ഭാര്യയെ മാറ്റിവെക്കുകയാണ്. ശാരീരികമായും മാനസികമായും
അതേപോലെ സാമ്പത്തികമായും എന്തെല്ലാം നൽകേണ്ടതുണ്ടോ അത് ആദ്യത്തവൾക്ക് നൽകുന്ന പോലെ ഇവൾക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ രണ്ടാമത്തവൾക്ക് നൽകുന്ന പോലെ ആദ്യത്തവൾക്ക് നൽകുന്നില്ല എങ്കിൽ ജാഅ യൗമൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാൾ അള്ളാന്റെ മുമ്പിൽ വരും. എങ്ങനെ? വശിഖ്ഖുഹു മാഇൽ, അവനൊരു ഭാഗം ചെരിഞ്ഞുകൊണ്ടായിരിക്കും അവന് വരിക. അവൻ ചെയ്ത തിന്മക്ക്, അവൻ ചെയ്ത അനീതിക്ക് അള്ളാഹ് പരലോകത്ത് കൊടുക്കുന്ന ശിക്ഷയാകുന്നു അത്. അതുകൊണ്ട് സഹോദരന്മാരെ, കുടുംബത്തിൽ മക്കളോടും ഭാര്യമാർ ഒന്നിലധികം ഉണ്ടെങ്കിൽ അവരോടും ഒക്കെ നീതിപൂർവകമായിരിക്കണം. എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു ഖാളി വിധി കൽപ്പിക്കുമ്പോൾ, ഒരു ഖാളി തീരുമാനം പറയുമ്പോൾ ആ ഖാളി ദേഷ്യമുള്ള അവസ്ഥയിലാണ് എങ്കിൽ അവൻ അപ്പം തീരുമാനം പറയരുത് എന്നാണ്. കേസ് നീട്ടിവെക്കണം. എന്തിനാ? ആ ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവന്റെ വിധി വരിക. അതുകൊണ്ട് തന്നെ അവിടെ ആ വിധിയിൽ, തീരുമാനത്തിൽ അനീതി സംഭവിക്കാതിരിക്കാൻ എന്താ പ്രവാചകൻ പറഞ്ഞത്? ലാ യഖ്ലിൽ ഖാളി, ഒരു ഖാളി വിധിക്കാൻ പാടില്ല ബൈന സ്നൈൻ, രണ്ടാളുകൾക്കിടയിൽ, വഹുവ ഗളുബാൻ, അവൻ കോപിഷ്ഠനായിരിക്കെ. ദേഷ്യം വന്ന സമയമാണോ? തീരുമാനം മാറ്റിവെക്കണം, കേസ് മാറ്റിവെക്കണം, പിന്നെ വിധിക്കണം എന്നാ. എന്തുകൊണ്ട്? മറ്റൊരു ഹദീസിൽ കാണാം, ലാ യഖ്ലിയന്ന അഹദുൻ ഫീ ഖളാഇൻ ബിഖളാഇൻ, ഒരു തീരുമാനം വരേണ്ട വിഷയത്തിൽ രണ്ട് തീരുമാനം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? നീതിപൂർവകമായി സത്യസന്ധമായി വരേണ്ടുന്ന തീരുമാനം അത് ഇന്ന് വിധിച്ചാലും നാളെ വിധിച്ചാലും ഒരേപോലെ ആയിരിക്കണം. പക്ഷെ ഇത് ഒരേ ഖാളി തന്നെ ഇന്ന് തീരുമാനം പറഞ്ഞപ്പോൾ ഒന്നായിരുന്നു, നാളെ തീരുമാനം പറഞ്ഞപ്പോൾ വേറൊന്നായി മാറി. കാരണം എന്താ? ഇന്നലത്തെ അവൻ്റെ ചുറ്റുപാടല്ല നാളെയുള്ളത്. അങ്ങനെ മാറാൻ പാടില്ല. സത്യം എന്താണോ അതനുസരിച്ച് കൊണ്ടാണ് എപ്പോൾ വിധിച്ചാലും തീരുമാനം വരേണ്ടത്. ചുരുക്കുകയാണ് സഹോദരന്മാരെ, അൽ അദിലു, നീതി കാണിക്കണം. ഫിൽ ഗളബി വരിളാ, സന്തോഷമുള്ള തൃപ്തിയുള്ള രംഗങ്ങളാകട്ടെ, അതേപോലെ ദേഷ്യം പിടിച്ച സന്ദർഭമാകട്ടെ, എവിടെയാണെങ്കിലും ശരി അവൻ നീതിപൂർവകം വർത്തിക്കണം. ഒന്നാമത്തെ ഉപദേശം. രക്ഷയുടെ മാർഗമായി രണ്ടാമത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിനാ, അൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിനാ, സമ്പത്ത് ഉള്ള അവസ്ഥയാകട്ടെ ഇല്ലാത്ത അവസ്ഥയാകട്ടെ രണ്ട് സന്ദർഭങ്ങളിലും മിതത്വം പാലിക്കണം. ചിലവഴിക്കുന്നിടത്ത് ഉണ്ട് എന്ന് കരുതിയിട്ട് കുറേ ചിലവഴിക്കുക. അള്ള തന്നിട്ടല്ലേ എന്നാ? അള്ള തന്നത് തന്നെയാ, സംശയമൊന്നുമില്ല. പക്ഷേ അതിന് നന്ദി കാണിച്ച് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടത്. ഉണ്ട് എന്ന് കരുതി ഒരുപാട് ചിലവഴിക്കുക, ഒരുപാട് അനാവശ്യമായി ദൂർത്തടിക്കുക പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മളൊരു വീടുണ്ടാക്കി, അൽഹംദുലില്ലാ. ആ വീട് അതിൻ്റെ നിലഭാഗം ടൈൽസൊക്കെ പതിച്ച് വളരെ വൃത്തിയാക്കി നമ്മൾ താമസം തുടങ്ങി. ഒരു കൊല്ലം കഴിഞ്ഞു, ടൈൽസിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല അതേ പന്ന് ഉണ്ടാക്കി അതേപോലെ വൃത്തിയിലും വെടുപ്പിലും ഭംഗിയിലും നിലകൊള്ളുന്നുണ്ട്. പക്ഷേ കുറച്ച് കാശ് കൂടുതൽ വരാൻ തുടങ്ങി. കുറച്ച് കാശ് കൂടുതൽ വരികയാണ്. അപ്പോൾ അവന് തോന്നുകയാണ് ഈ ടൈൽസ് പൊളിച്ചിട്ട് അവിടെ മാർബിളാക്കണം, അല്ലെങ്കിൽ അത് പൊളിച്ച് വേറെന്തെങ്കിലും ഒന്നും ആക്കണം. അന്ന് എന്താ ഇത് ചെയ്യാഞ്ഞത്? അന്ന് ഇത്ര തന്നെ കാശില്ല. അപ്പോൾ കാശ് കുറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ചെയ്തു. അത് അൽഹംദുലില്ലാ വലിയ ഗുണമുള്ള നിലക്കൊള്ളുന്നത്. എന്നിട്ടും കാശ് കൂടി വന്നപ്പോൾ അത് പറ്റ പൊളിച്ചു മാറ്റി, ഒരു കാരണവുമില്ലാതെ പണം കൂടി എന്ന കാരണം കൊണ്ട് മാത്രം അവർ ടൈൽസ് മാറ്റി മാർബിളാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഹദീസിനെതിരാ. ചുമര് നമ്മൾ തേച്ച് മിനുക്കി ഭംഗിയായി പെയിൻ്റൊക്കെ അടിച്ച് നല്ലപോലെ ആക്കി, ഒരു കുഴപ്പമില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുറച്ച് കാശ് കൂടി വന്നപ്പോൾ തോന്നി ഇതൊക്കെ മൊത്തമാണ് പൊളിക്കണം. എത്ര സഹോദരന്മാർ നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചുമര് തേച്ച ഭാഗം പൊളിഞ്ഞാൽ അത് മാറ്റണ്ടായെന്നോ അല്ലെങ്കിൽ നിലം പൊട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റണ്ടായെന്നോ അല്ല പറയുന്നത്. കയ്യിൽ പണം കൂടി വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ദൂർത്തടിക്കുന്ന പ്രവണത അത് പാടില്ല. അത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. രക്ഷ വേണമെങ്കിൽ അൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിനാ, ഉള്ള സന്ദർഭത്തിലും കുറയുന്ന സന്ദർഭത്തിലും മിതത്വത്തോടു കൂടി ജീവിക്കണം. എത്രത്തോളം? ചെലവഴിക്കുന്നിടത്ത് പോലും അല്ല പറഞ്ഞ എന്താ? നിങ്ങൾ ചിലവഴിക്കുമ്പോൾ പോലും വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർള്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അവരുടെ സ്വഭാവം പലതും ഖുർആൻ പറഞ്ഞു. ഒന്നെന്താണ്? വല്ലദീന ഇദാ അൻഫഖൂ, അവർ ചിലവഴിക്കുമ്പോൾ ലം യുസ്രിഫൂ, ദുർവ്യയം കാണിക്കൂല, അമിതത്വം കാണിക്കൂല. മറിച്ച് വലം യഖ്തുറു എന്ന പിശുക്ക് കാണിക്കോ? അതുമില്ല. നമ്മൾ കഴിഞ്ഞ ഖുതുബിൽ വിശദീകരിച്ചു.
പിശുക്കുമില്ല, അമിതമായും ചിലവഴിക്കുകയില്ല. വകാന ബൈന ദാലിക ഖവാമ, രണ്ടിനും ഇടക്ക് ഒരു മധ്യമ നിലപാട് സ്വീകരിക്കും. എത്ര തന്നെ ഉണ്ടെങ്കിലും ചിലവഴിക്കുന്നിടത്തും ഉപയോഗിക്കുന്നിടത്തും ഒരു മധ്യമ നിലപാട്. ഇസ്രാഫ് ഒരിക്കലും ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹ് ശക്തമായ നിലയിൽ തന്നെ മനുഷ്യനെ നിരോധിച്ച എതിർത്ത കാര്യമാണ് ഇസ്രാഫ്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ദുർവ്യയം ചെയ്യൽ. ഖുർആനിൽ 2 പദങ്ങൾ കാണാം. ഒന്ന് ഇസ്രാഫ്, വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇസ്രാഫ് ചെയ്യുന്ന ആളുകൾ അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല. വേറെ പ്രയോഗം എന്താണ്? വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ സുഹൃത്തുക്കളാണ്, കൂട്ടുകാരാണ്. 2 പദങ്ങളാ. ഒന്ന് ലാ തുസ്രിഫു, മറ്റൊന്ന് വലാ തുബദ്ദിർ. എന്താണ് ഈ തബ്ദീറും ഇസ്രാഫും തമ്മിൽ വ്യത്യാസം? ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അനുവദിച്ച കാര്യങ്ങളിൽ അമിതമാക്കുക, അതാ ഇസ്രാഫ്. ഭക്ഷണം കഴിക്കാനാണ്, നമ്മൾ ഇരിക്കുകയാണ്, അതിനാവശ്യമായ വസ്തുക്കൾ ഭക്ഷണപരമായി നമ്മൾ വാങ്ങുന്നു. ഒരാൾക്ക് എത്ര തിന്നാൻ കഴിയും അത് അവനറിയാം. എന്നാൽ എത്ര ബാക്കിയാകും, സാധാരണ ബാക്കിയാകാറുണ്ട്, അതും അവനറിയാം. എന്നാലും തൻ്റെ ഭക്ഷണത്തളിക നിറഞ്ഞു കാണണം, എന്നിട്ട് എല്ലാറ്റിലും ഒന്ന് തൊടും. ബാക്കിയുള്ളതെല്ലാം അനാവശ്യമായി വലിച്ചെറിയും, ചവറ്റുകൊട്ടയിലേക്ക് കൊണ്ടുപോയി തട്ടും. അത് ഇസ്രാഫാണ്. ഇത് അല്ലാഹ് അനുവദിച്ച ഭക്ഷണമാണ്. എന്നിട്ടും അവൻ തൻ്റെ ആവശ്യത്തിൽ അധികമുള്ളത് വാങ്ങി ഉപയോഗിച്ച് അവസാനം അത് വലിച്ചെറിയുന്നു. അതിൻ്റെ പേരാ ഇസ്രാഫ്. നമ്മുടെ വീടുകളിൽ പലപ്പോഴും അതൊക്കെ കാണുവാൻ സാധിക്കും. തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടു എന്ന് വരാം. നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മൾ വാങ്ങുന്ന വസ്ത്രങ്ങൾ, നിങ്ങളുടെ അലമാര തുറന്നു നോക്കി, എത്ര വസ്ത്രങ്ങൾ അതിനകത്തിരിക്കുന്നുണ്ട്. സഹോദരിമാർ ശ്രദ്ധിക്കുക, എത്ര പർദ്ദകൾ നമ്മുടെ അലമാരക്കകത്തുണ്ട്. ഇല്ലേ? കീറിയ വസ്ത്രം അത് തുന്നിക്കൂട്ടി അങ്ങാടിയിലൂടെ നടക്കുന്ന, നമ്മുടെ വീടുകളിലേക്ക് കയറി വരുന്ന എത്ര സഹോദരന്മാർ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വാങ്ങിയത്, അന്ന് കല്യാണമായിരുന്നു. ഈ ആഴ്ച അന്ന് വേറൊരു പ്രോഗ്രാം ഫംഗ്ഷൻ വന്നു, അപ്പം അന്ന് വേറൊന്ന് വാങ്ങി. പിന്നെ മിനിഞ്ഞാന്ന് അന്ന് വേറൊന്ന് വാങ്ങി. ഇതൊക്കെ കൂട്ടിവെക്കുക. വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അത് ഇഷ്ടപ്പെടൂല. അല്ലേ? ഓരോന്നും പരിശോധിച്ച് നമുക്ക് സ്വയം വിലയിരുത്താൻ കഴിയും. അത് ഒരേ കളറുകളുള്ള പർദ്ദ, അതേ കളറിലെ ബാഗ്, അതേ കളറിൻ്റെ ചെരുപ്പ്, അത് ഈ കളർ ഇട്ടാൽ പിന്നെ ഒക്കെ ആ കളറെ അന്ന് ഇടും. പിന്നെ മറ്റേ കളറോ ആ കളറിന് ചോദിച്ചതെല്ലാം വേറെ വാങ്ങി വെച്ചിട്ടുണ്ട്. വലാ തുസ്രിഫു. ഇതൊക്കെ നമ്മൾ ആയത്തുകൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ. അല്ലാഹ് പറയാ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇസ്രാഫ് ചെയ്യുന്ന, ഇങ്ങനെ അമിതമായി ചിലവഴിക്കുന്ന ആളുകളെ അല്ലാഹ് ഒരിക്കലും ഇഷ്ടപ്പെടൂല. ചെരുപ്പ് സ്വീകരിക്കണില്ല ഞാൻ, നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് പോയാൽ എത്ര കൂട്ട് ചെരുപ്പാ സഹോദരന്മാരെ, സഹോദരികളെ. പെരുന്നാളിന് പോലും 350 രൂപ കൊടുത്ത് ഒരു കൂട്ട് ചെരുപ്പ് വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന സഹോദരന്മാരെ നമുക്കറിയാം, ഇല്ലേ? എന്നിട്ട് 2-3 കൂട്ട് ഷൂ, പിന്നെ വേറെ ചെരുപ്പുകൾ വേറെ, പിന്നെ വേറെ അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് എന്ന് കഴിഞ്ഞാൽ എത്ര ചെരുപ്പുകൾ കൂട്ടിക്കാണാൻ സാധിക്കും. നമ്മൾ അതിനായ ഒരു ഷെൽഫ് വേറെയുണ്ട്. ഇതാണോ സത്യവിശ്വാസിയുടെ ജീവിതം? ഇതായിരുന്നു മുൻഗാമികളുടെ ജീവിതം? അവർ എന്തിനു ജീവിച്ചു, നമ്മൾ എന്തിനു ജീവിക്കുന്നു? എന്താ റസൂൽ പറഞ്ഞതെന്നറിയോ? അൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിന. ഉള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും നീ മിതത്വം കാണിക്കണം, അവർ രക്ഷണ്ട് എന്ന ഈ ഹദീസ് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ഒരു നിയ്യത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ അതിന് പോലും പ്രത്യേകമായ പ്രതിഫലം, പ്രത്യേകമായ പരിഗണന തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അപ്പം അതാണ് ഇസ്രാഫ്, അനുവദിച്ച കാര്യങ്ങളിൽ അമിതമാക്കുക. തബ്ദീർ എന്ന് പറഞ്ഞാലോ? തബ്ദീർ എന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങളിൽ ചിലവഴിക്കുക. അത് അല്ലാഹ് ഒരിക്കലും അനുവദിച്ചതല്ല. ആ മാർഗത്തിൽ പണം ചിലവഴിക്കുക, അത് ആരാണെങ്കിലും ശരി. ഇപ്പോൾ നമ്മളെ പല സഹോദരന്മാരും കാണാം, പല നാട്ടിൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഗാനമേളകൾ സംഘടിപ്പിക്കുന്നു. ആരാ? മുസ്ലിങ്ങൾ. ഇസ്ലാം